ഒരു വലിയ നഗരമോ പ്രധാന പാതയോ ഇല്ലാത്ത ഒരു ഉൾഗ്രാമത്തിൽ ഇത്രയും വലിയൊരു ആർച്ച് ബ്രിഡ്ജ് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയതും ഉയരം കൂടിയതുമായ പാലങ്ങൾ ചൈനയിലാണുള്ളത്. എന്നാൽ പണ്ട് കാലത്ത് ലോകത്തിലെ പ്രശസ്തമായ വലിയ പാലങ്ങളെല്ലാം യൂറോപ്പിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത്. റോം അടക്കമുള്ള വലിയ വലിയ സാമ്രാജ്യങ്ങളുടെ സ്വാധീനമുള്ളതുകൊണ്ട് പുരാതന കാലം മുതലേ ഇറ്റലിയിലും ഫ്രാൻസിലും സ്പെയിനിലും വലിയ കൽപ്പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടു. എന്നാൽ വലിയൊരു പ്രദേശമായിട്ടും സൗസോ പാലം ഒഴിച്ചു നിർത്തിയാൽ അത്ര പ്രശസ്തമായ പാലങ്ങളൊന്നും ചൈനയിൽ ഉണ്ടായിരുന്നതായി പലർക്കും അറിയില്ല. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വലിയ ചക്രവർത്തിമാരും സാമ്രാജ്യങ്ങളും നിർമ്മിക്കാത്തതുകൊണ്ട് മാത്രം പ്രശസ്തി ലഭിക്കാത്ത ധാരാളം കൽപ്പാലങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കൽക്കമാനം ചൈനയിലെ സീച്ചുവാൻ മലനിരകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. ഇത്തരം ധാരാളം കൽപ്പാലങ്ങളാണ് ചൈനീസ് ഗ്രാമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മലനിരകളിലെ കൃഷിയിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നീർച്ചാലുകൾ മുറിച്ചു കടക്കാനും ദൈനംദിന ജീവിതം സുഗമമാക്കാനും നിർമ്മിച്ച ഈ പാലങ്ങൾ ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധിയുണ്ട്. കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത ഇതിലെ ഓരോ കല്ലുകളും കംപ്രഷൻ എന്ന തത്വത്തിൽ പരസ്പരം അമർന്നിരുന്നാണ് ഈ പാലത്തിന് ബലം നൽകുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിൽ കീസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കല്ലുണ്ട്. ആ കല്ലുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി ഉപയോഗിച്ച് പാലം സ്വയം താങ്ങി നിൽക്കും. സിമെന്റിനും സ്റ്റീലുകൾക്കും പകരം ഗ്രാവിറ്റിയും ജിയോമെട്രിയും ഉപയോഗപ്പെടുത്തിയുള്ള ഇത്തരം പാലങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ലെന്ന് തന്നെ പറയാം. ഭൂമികുലുക്കം പോലുള്ള മറ്റു പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കാലത്തെ വെല്ലുവിളിച്ച് ഇവയെങ്ങനെ തല ഉയർത്തി നിൽക്കും? വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക.